മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം വാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ പരിശോധിക്കാം. ഇത് യൂണിറ്റ് 5, 6 എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൽ ഉത്തരം എഴുതേണ്ട രീതിയും കൂടി വിശദീകരിക്കുന്നുണ്ട്. ആനുവൽ പരീക്ഷയ്ക്ക് യൂണിറ്റ് 5, 6 നിന്നും മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 1ാം യൂണിറ്റ് മുതലുള്ള പാഠഭാഗത്ത് നിന്നും ഏതാനും ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടാവും. അപ്പൊ ആ ഭാഗങ്ങൾ കൂടി പഠിക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, പോസ്റ്റർ പരിശോധിക്കൂ. എന്തെല്ലാം കാണുന്നുണ്ട്? കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ. പോസ്റ്റർ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതാനുള്ള ചോദ്യം കിട്ടിയാൽ എങ്ങനെയാണ് അതിന്റെ ഉത്തരം എഴുതുക എന്ന് നോക്കാം. തന്നിരിക്കുന്ന ചിത്രത്തിലോ വാചകങ്ങളിലോ പ്രധാനമായി കാണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ത് എന്ന് കണ്ടെത്തണം. ചിത്രങ്ങളിലെ സന്തോഷ ദുഃഖ ഭാവങ്ങൾ തിരിച്ചറിയണം. പോസ്റ്ററിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. ഞാനിവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ 2 പോസ്റ്റർ താരതമ്യം ചെയ്യാനാണ് തന്നിരിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ഖണ്ഡികയിൽ ഒന്നാമത്തെ പോസ്റ്ററിലും രണ്ടാമത്തെ പോസ്റ്ററിലും പൊതുവായി കാണുന്നത് എന്താണെന്ന് എഴുതി. രണ്ടാമത്തെ ഖണ്ഡികയായി ഈ പോസ്റ്ററിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ത് രണ്ടാമത്തെ ഖണ്ഡികയിൽ എഴുതേണ്ടത്. ഗ്രൗണ്ടിലെ കളി. മതിലിന് ഇപ്പുറത്തിരുന്ന അച്ഛനും മകളും കാണുന്നു. മതിലിന്റെ ഉയരക്കൂടുതൽ കാരണം കുട്ടിക്ക് കളി കാണാൻ കഴിയുന്നില്ല. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശംസാ വാചകം അവിടെയുണ്ട്. സന്തോഷ ദുഃഖഭാവങ്ങൾ വ്യക്തമല്ല. ആശംസാ വാചകത്തിൽ പറയുന്ന മറ്റുള്ളവർ നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം അത് കുട്ടിക്ക് കിട്ടുന്നില്ല. കുട്ടിക്ക് സന്തോഷം കിട്ടുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ മതിലും ഉണങ്ങിയ ചെടികളും നിറമങ്ങിയ കസേര, കറുത്ത മഷിയിൽ എഴുതിയ ആശംസ, നിറമങ്ങിയ ചിത്രം കാണുന്നവർക്ക് മന്ദഹസിക്കാൻ തോന്നുകയില്ല. അപ്പോൾ അതിനകത്ത് കളി കാണുന്നവർ മന്ദഹസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 പേരാണ് കളി കാണുന്നതിൽ ഒരാൾക്ക് കളി കാണാൻ കഴിയുന്നുള്ളൂ, മറ്റേയാൾക്ക് കാണുന്നില്ല. അതോടൊപ്പം ഈ പോസ്റ്റർ കാണുന്ന നമുക്കും ഒരു സന്തോഷം തോന്നുന്നില്ല. കാരണം ഈ ചിത്രങ്ങളെല്ലാം മങ്ങിയിരിക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ ചിത്രത്തെ കുറിച്ച് നമുക്ക് കസേരയിൽ നിൽക്കുന്ന കുട്ടിക്ക് കളി കാണാൻ കഴിയുന്നു. ഇപ്പോൾ അച്ഛനും മകൾക്കും കളി കാണാൻ പറ്റും. മറ്റുള്ളവരും മന്ദഹസിക്കട്ടെ എന്ന ആശംസാ വാചകം ചുവന്ന കളറിൽ. കുട്ടിയിലും സന്തോഷഭാവം കാണാം. നല്ല മതിലും തളിർത്ത പൂത്ത ചെടികളും നിറമുള്ള കസേര, നിറമുള്ള ചിത്രം കാണുന്നവർക്ക് മന്ദഹസിക്കാൻ തോന്നും. അപ്പോൾ ആകപ്പാടെ ഒരു ഉണർവുള്ള ഒരു ചിത്രമാണ് രണ്ടാമത്തേത്. ഒന്നാമത്തെ ചിത്രം ഒരു മങ്ങിയ ചിത്രമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇനി നമുക്കിതിന്റെ ഉത്തരം എഴുതാം. ഉത്തരം നമ്മൾ 2, 3 ഖണ്ഡികയായിട്ട് എഴുതാവുന്നതാണ്. ഗ്രൗണ്ടിലെ കളി. മതിലിനെ ഇപ്പുറത്തിരുന്ന് കാണുന്ന അച്ഛനും മകളുമാണ് 2 ചിത്രത്തിലും ഉള്ളത്. 2 ചിത്രത്തിലും മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശംസാവാചകമുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ മതിലിന്റെ ഉയരക്കൂടുതൽ കാരണം കുട്ടിക്ക് കളി കാണാൻ കഴിയുന്നില്ല. സന്തോഷ ദുഃഖഭാവങ്ങൾ വ്യക്തമല്ല. ആശംസാവാചകത്തിൽ പറയുന്ന മറ്റുള്ളവരെ നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ കുട്ടിക്ക് കിട്ടുന്നില്ല. ആ മന്ദഹാസം, ആ സന്തോഷം കുട്ടിക്ക് കിട്ടുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ മതിലും ഉണങ്ങിയ ചെടികളും നിറമങ്ങിയ കസേര, കറുത്ത മഷിയിൽ എഴുതിയ ആശംസ, നിറമങ്ങിയ ചിത്രം എന്നിവ കാണുന്നവർക്ക് മന്ദഹസിക്കാൻ തോന്നുകയില്ല. രണ്ടാമത്തെ ചിത്രത്തിൽ കസേരയിൽ നിൽക്കുന്ന കുട്ടിക്ക് കളി കാണാൻ കഴിയുന്നു. മറ്റുള്ളവരും എന്ന ആശംസാവാചകം ചുവന്ന കളറിൽ. കുട്ടിയിലും സന്തോഷഭാവം കാണാം. നല്ല മതിലും തളിർത്ത പൂത്ത ചെടികളും നിറമുള്ള കസേര, നിറമുള്ള ചിത്രം കാണുന്നവർക്ക് മന്ദഹസിക്കാൻ തോന്നും. 2 ചിത്രവും പരിശോധിക്കുമ്പോൾ ആശംസാ വാചകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് മന്ദഹസിക്കാൻ തോന്നുന്നത് രണ്ടാമത്തെ ചിത്രം കാണുമ്പോഴാണ്. ഇത്രയുമാണ് നമ്മൾ അതിന്റെ ഒരു വിശകലന കുറിപ്പായിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. കുപ്പിച്ചില്ല വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ല് തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും എഴുതൂ? ഇത് 103ാമത്തെ പേജിലുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മളൊരു കത്ത് എഴുതുമ്പോൾ അതിൻ്റെതായ ഒരു ചട്ടക്കൂടും കാര്യങ്ങളും വേണമെങ്കിൽ മാത്രമേ നമുക്കതിന്റെ മാർക്ക് മുഴുവനായി കിട്ടുകയുള്ളൂ. കത്ത് എഴുതുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്ഥലം, തീയതി, ആരെഴുതുന്നു, ആർക്കെഴുതുന്നു എന്നീ വിവരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ശരിയായ തുടക്കവും ഒടുക്കവും ഉണ്ട്. നമ്മൾ കത്തിൽ ശരിയായ തുടക്കം വേണം, അതുപോലെ ഒടുക്കവും വേണം. തുടക്കം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ചങ്ങാതി, പ്രിയപ്പെട്ട സുഹൃത്തെ, സ്നേഹമുള്ള അമ്മേ, അച്ഛ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതിനെയാണ് തുടക്കം എന്ന് പറയുന്നത്. അതുപോലെ കത്ത് അവസാനിപ്പിക്കുന്നത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാചകം ഉൾപ്പെടുത്തിയിട്ടാണ്. കത്ത് ചുരുക്കുന്നു, ഇത്രയും എഴുതിക്കൊണ്ട് ഞാൻ ഈ കത്ത് ചുരുക്കുന്നു, അങ്ങനെ ഒരു അവസാനിപ്പിക്കൽ വേണം. അതിനെയാണ് ഒടുക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയിക്കാനുള്ള പ്രധാന കാര്യം ഉള്ളിൽ തട്ടും വിധം ചുരുക്കി എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്ത് പറയാനാണ് ചോദ്യപേപ്പറിൽ ആവശ്യപ്പെടുന്നത് ആ കാര്യം നമ്മൾ അതിൽ എഴുതാൻ മറന്നു പോകരുത്. വായിക്കുന്നവർക്ക് അലിവ്, സ്നേഹം, സൗഹൃദം എന്നീ വികാരങ്ങൾ തോന്നുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്.
ചേർച്ചയുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ സന്ദർഭത്തിന് ചേരുന്ന വാക്കുകളും അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കത്ത് എഴുതേണ്ടത്. വാക്കുകളും വരികളും കൃത്യമായ അകലം പാലിച്ച് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പൂർണ്ണവിരാമം, അല്പവിരാമം, ചോദ്യചിഹ്നം എന്നിങ്ങനെയുള്ളവ വേണ്ടുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നീ എന്നാണ് വരിക എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യചിഹ്നമാണ് ഇടേണ്ടത്. നീ വരുമ്പോൾ ആ പാവക്കുട്ടിയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രസ്താവനയാണ്. അപ്പൊ അതിൽ ഫുൾ സ്റ്റോപ്പ് ആണ് വേണ്ടത്. നീ വരുമ്പോൾ പാവക്കുട്ടിയും മാങ്ങയും ചക്കപ്പഴവും കൊണ്ടുവരണം. അപ്പൊ ഇത് പറയുമ്പോൾ കോമയിട്ടാണ് എഴുതേണ്ടത്. ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അതിനൊക്കെ മാർക്കുണ്ട്. ഓരോ കാര്യത്തെയും ഓരോ ഖണ്ഡികയായി വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ വലിയ കത്ത് കുറേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 2-3 ഖണ്ഡികയായിട്ട് എഴുതണം. നമുക്ക് ചെറിയ ക്ലാസ് ആയതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് കത്തെഴുതാനാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എഴുതിയാൽ മതി. അതൊരു ഖണ്ഡികയായിട്ട് എഴുതിയാൽ മതി. പലതരം വാക്യങ്ങൾ, ചോദ്യമായി വരുന്നവ, അത്ഭുതം സൂചിപ്പിക്കുന്നവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കത്ത് എഴുതേണ്ട വിഷയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മോഡൽ കത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ കത്ത് വായിക്കുന്നില്ല. ഇത് ടീച്ചേഴ്സിനുള്ള നിർദ്ദേശങ്ങളിൽ തന്ന കത്താണ്. ഈ കത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. ആർക്കാണ് കത്ത് കിട്ടേണ്ടത് അതാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കത്ത് എഴുതുന്ന ആളുടെ സ്ഥലപ്പേരും തീയതിയുമാണ്. ഇതാണ് നമ്മൾ തുടക്കം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ചിന്നുമോളെ എന്നുള്ളതാണ് തുടക്കം. നിനക്ക് സുഖമായി കാണുമെന്ന് വിചാരിക്കുന്നു. കാലിലെ മുറിവ് ശരിക്കും ഉണങ്ങിയോ? ഇതൊരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ടുള്ള വാചകങ്ങളാണ്. അതിലൊക്കെ ചിഹ്നങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതാണ് ആ പ്രധാനപ്പെട്ട ആശയം നമ്മൾ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ ഖണ്ഡിക നമ്മൾ ഒരു അവസാനിപ്പിക്കുന്നതിന്റെ രീതിയിലുള്ള ഒരു കത്താണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് കത്ത് ചുരുക്കുന്നു എന്ന് പറയുന്നു. പരിചയമുള്ളവരാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇവിടെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. സ്നേഹപൂർവ്വം ബാബു മാമൻ. അപ്പോൾ ബാബു മാമൻ കത്ത് എഴുതിയ ആളുടെ പേരും ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് എഴുതുകയാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. ഇതേപോലെ കത്ത് എഴുതാൻ നമുക്ക് ഈ പാഠഭാഗത്ത്, ഈ പുസ്തകത്തിൽ പല ഭാഗത്തും ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വാർഷിക പരീക്ഷയ്ക്ക് എന്തായാലും ഒരു കത്ത് എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കത്ത് പേജ് 125 കൊടുത്തിട്ടുണ്ട്. സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികളുണ്ടല്ലോ, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. ആ രീതിയിലുള്ള ഒരു കത്ത് എല്ലാവരും ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഈ പേജിൽ നൽകിയ 2 ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതൂ. ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഈ ചിത്രവും ഇതിന് മുകളിലുള്ള ചിത്രവും, നമ്മൾ മുകളിലുള്ള ചിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കുറിപ്പാണ് എഴുതുന്നത്. ചിത്രം നോക്കി വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറിപ്പ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ എന്താണുള്ളത്, അത് ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, ഇത് എഴുതാനാണ് പറയുന്നത്. ഉള്ളതുപോലെ എഴുതുന്നതിനെയാണ് വിവരണം എന്ന് പറയുന്നത്. ഒന്ന്, ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് വിശദമായി മനസ്സിലാക്കണം. അത് എന്തിനെക്കുറിച്ചുള്ള ചിത്രമാണ്, എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നമ്മൾ മനസ്സിൽ ഒരു ധാരണ വരുത്തണം. അതായത് കണ്ടു മനസ്സിലാക്കണം. രണ്ടാമത്തെ പോയിന്റ്, ആരുടെയെങ്കിലും പ്രവൃത്തി മറ്റാർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവയാണോ എന്ന് തിരിച്ചറിയണം. ഈ ചിത്രത്തിൽ ഇപ്പോൾ കുറെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരങ്ങനെ തിക്കി തിരക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ പോയിന്റ്, ബുദ്ധിമുട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കണം. നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നും കൂടി നമ്മളെ മനസ്സിലാക്കണം. വിവരണത്തിൽ സംഭവങ്ങളും സന്ദർഭങ്ങളും വ്യക്തമായി എഴുതണം. ഇത് എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ ഏതാ സമയമെന്നോ ഏതാ ഡേറ്റ് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു ബസ്സാണ്. ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബസ് വന്നപ്പോൾ എല്ലാവരും തിരക്കി കയറാൻ ശ്രമിക്കുകയാണ്. വയ്യാത്ത ഒരു കുട്ടി അവിടെ പിന്നെ നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അഭിപ്രായം എഴുതണം. നമുക്ക് ഇതുകൊണ്ട് മനസ്സിലായത് എന്താണെന്ന് എഴുതണം. അതുപോലെ നമ്മുടെ ഒരു അഭിപ്രായവും നമ്മൾ അതോടൊപ്പം തന്നെ എഴുതണം. ഖണ്ഡിക തിരിച്ച ചിഹ്നങ്ങൾ ഇട്ട് എഴുതണം. തലക്കെട്ട് കൊടുക്കണം. തലക്കെട്ട് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് തലക്കെട്ട് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ആ തലക്കെട്ട് നമുക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും. പക്ഷെ പല കുട്ടികളും തലക്കെട്ട് എഴുതാൻ മറന്നു പോകാറുണ്ട്. അത് തലക്കെട്ട് മറന്നു പോകരുത്. അതിനൊരു സ്കോർ ഉണ്ട്. അങ്ങനെ എല്ലാ സ്കോറും ചേരുമ്പോഴാണ് 5 സ്കോറായി നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടുന്നത്. ഇപ്പം ഈ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബസ്സിൻ്റെ ചിത്രം. ബസ്സുണ്ട്. ബസ്സിൽ കയറുന്ന യാത്രക്കാരുണ്ട്. തിരക്ക് കൂട്ടി കയറുന്നു. ഭിന്നശേഷിയുള്ള കുട്ടി കയറാൻ പറ്റാതെ നിൽക്കുന്നു. ഈ കുട്ടിയാണ്. ആ കുട്ടിയെ സഹായിക്കാൻ ആരുമില്ല. തിരക്കിനിടയിൽ വാക്കർ വെച്ച് ബസ്സിൽ കയറാൻ കഴിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു കാലില്ല. വാക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ കക്ഷത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു 2 വടികളെയാണ് വാക്കർ എന്ന് പറയുന്നത്. വയ്യാത്തവരെ അവിടെ ഇട്ടിട്ട് സാമർത്ഥ്യക്കാർ മാത്രം പോകുന്ന രീതി അല്ലല്ലോ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്നത്.
വയ്യാത്ത ഒരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്ത് സ്കൂൾ ബസ്സിലേക്ക് കൊണ്ടുപോവുകയും സ്കൂൾ ബസ്സിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ വയ്യാത്ത കുട്ടിയെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആകുന്നവരുടെ ഒരു കടമയാണ്. അപ്പം നമ്മളുടെ ഒരു അഭിപ്രായം അതിൽ എഴുതണം. ആ കുട്ടിക്ക് മുൻഗണന കൊടുക്കണമായിരുന്നു, വയ്യാത്തവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ആൾക്കാരെ വരിയായി ബസ്സിൽ കയറണമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ കാര്യങ്ങൾ നമ്മളുടെ അഭിപ്രായമായിട്ട് എഴുതണം. അപ്പോൾ ഇത്രയും നമ്മളൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങേണ്ടത്. സ്വന്തം കാര്യം സിദ്ധാബാദ്. നമ്മൾ തലക്കെട്ട് എപ്പോഴും കൊടുക്കുമ്പോഴും ആകർഷണമായിരിക്കണം. വലിയ നീട്ടി കുറേ വാക്കുകളൊന്നും വരാൻ പാടില്ല. മാക്സിമം 3 വാക്ക്. സ്വന്തം കാര്യം സിന്ദാബാദ്, അല്ലെങ്കിൽ 2 വാക്ക്, അല്ലെങ്കിൽ ഒറ്റ വാക്ക്. ബസ്സിലെ തിരക്ക്, അവഗണന എന്നൊക്കെയുള്ള ഒരു തലക്കെട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ ഈ വിവരണം എഴുതിയിട്ട് നമ്മളൊരു ബോക്സിൽ നല്ല ഭംഗി വരുത്താൻ വേണ്ടി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഖണ്ഡിക തിരിച്ച് എഴുതിയിട്ടുണ്ട്, ചിഹ്നങ്ങളും ഇട്ടിട്ടുണ്ട്. ഞാനിത് വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം, മാലിന്യ നിർമ്മാർജ്ജനം എന്ന ആശയം വരുന്ന പോസ്റ്റർ തയ്യാറാക്കൂ. ഇവിടെ ഇതിനെ പോസ്റ്റർ എന്ന് പറയുന്നത് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നാണ്. അതിന് ഒരു ചിത്രം അവിടെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഇതേപോലെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന ആശയത്തെക്കുറിച്ചൊരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കണം. പോസ്റ്ററിൽ ഈ വാചകത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ചിത്രം 2ാം സ്ഥാനത്താണ് വരുന്നത്. നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. വിഷയത്തിന് ചേരുന്ന ആശംസാ വാചകം വേണം. അതാണ് ഏറ്റവും പ്രധാനം. നല്ലൊരു ആശംസാവാചകം. ആശംസാവാചകം കുറഞ്ഞ വാക്കുകളിലാണ് തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ഒരിടത്തൊരിടത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി റോഡിലൊന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുമായിരുന്നില്ല, അങ്ങനെ നീട്ടിപ്പിടിച്ച് എഴുതാൻ പാടില്ല. ചുരുക്കിയാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത പോയിന്റ്, വിഷയത്തിന് ചേരുന്ന ചിത്രങ്ങൾ വരയ്ക്കാം. എല്ലാ കുട്ടികൾക്കും ചിത്രം വരയ്ക്കാൻ അറിയില്ല. നമുക്ക് പറ്റുന്ന പോലെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാം. നല്ലൊരു ചിത്രം വരച്ചതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടുകയില്ല. ചിത്രത്തിന് അതിൻ്റെതായ ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ. കളർ കൊടുത്ത് മനോഹരമാക്കാം. ചുറ്റും ബോർഡർ വരയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പോസ്റ്റർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ വാചകം മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കൂ എന്നാണ്. അവിടെ സ്കൂളിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുട്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് പറയുന്ന ഒരു ബക്കറ്റിൽ കൊണ്ടുപോയി വേസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം ഇടുന്ന ഒരു വേസ്റ്റ് ബിന്നാണ്. അതാണ് മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കൂ എന്ന് പറയുന്നത്. എല്ലാ സ്കൂളിലും ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കും ജൈവ മാലിന്യങ്ങൾക്കുമായിട്ട് സെപ്പറേറ്റ് ബിന്നുകൾ ഉണ്ടാവും. ഇനി നമുക്ക് സാധാരണ ഈ വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആശയങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിൽ വെക്കുകയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വാചകങ്ങൾ ഉപയോഗിക്കാം. ഒറ്റയായി ഒന്നുമില്ല. അത് ഒറ്റ വാക്കാണ്. കുറേ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്കായിട്ട് എഴുതിയിരിക്കുകയാണ്. ഒന്നും ഒരാളുടെ സ്വന്തമല്ല. അതിൽ 3 വാക്കുകൾ വന്നിട്ടുണ്ട്. ഭൂമി നമ്മുടെ അമ്മ. പരിസ്ഥിതി ദിനവുമായിട്ടൊക്കെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒറ്റയ്ക്കു വന്നു പിറക്കുന്നുവെങ്കിലും മക്കൾ നാം എല്ലാവരും ഒന്നാണ്. ഇതിൽ കുറച്ച് കൂടുതൽ വാചകങ്ങളുണ്ടെങ്കിലും നല്ലൊരു പാട്ടിൻ്റെ ഈണമായതുകൊണ്ട് നമുക്ക് ഒരു അരോചകത്വം തോന്നുകയില്ല. ആകർഷകമാണ്. താൻ മാത്രമുള്ള വീട് എത്ര വിരസം, എല്ലാവരും വന്നപ്പോൾ എത്ര രസം. അതേസമയം ഇതിന് പകരം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമുള്ളപ്പോൾ ഒരു രസവുമില്ല, എന്നാൽ എല്ലാ സഹോദരങ്ങളും വിരുന്നുകാരും വന്നപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു വാചകം എഴുതി കഴിഞ്ഞാൽ അത് വായിക്കുന്നവർക്കൊരു വിരസമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ഒരു വാചകം നമ്മുടെ മനസ്സിലേക്ക് വരും. കൂടുതൽ പഠിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലേക്ക് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കവിത വിശകലനം ചെയ്ത് ആശയം എഴുതുക. ഇങ്ങനെ ഒരു ചോദ്യവും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഒരു ചെറിയ കവിത തരും. ആ കവിത വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു കുറിപ്പ്, വിശകലന കുറിപ്പ് എന്ന് പറയും. ആ കവിതയിൽ എന്തൊക്കെയുണ്ട്, അത് വായിച്ചപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ആ കാര്യങ്ങൾ എഴുതുന്നതിനെയാണ് വിശകലനം ചെയ്ത് എഴുതുക എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ചെറിയ കവിത തന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണിമാഷ് എഴുതിയ കവിതയാണ്. കവിതയുടെ പേര് പൂച്ച. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഇങ്ങനെ നമുക്കൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കവിത ഒരു 3, 4, 5 പ്രാവശ്യം വായിച്ചത് മനസ്സിലാക്കണം. എങ്ങനെയാണ് കവിത മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് നോക്കാം. കവിത വിശകലനം ചെയ്ത് ആശയം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പലവട്ടം വായിച്ചു നോക്കുക, ആശയം മനസ്സിലാക്കുക. കവി വാക്കുകൾ കൊണ്ട് പറയാതെ എന്നാൽ നമുക്ക് കാര്യം മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നതിനെയാണ് വരികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ വരികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന വസ്തുത ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കവികളും എല്ലാ കവിതയിലും അങ്ങനെ വരികൾക്കിടയിൽ ഒളിപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കവിതയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. ഇനി നമ്മൾ ഉത്തരം എഴുതുമ്പോൾ അതിനകത്ത് ഒരു 3 പോയിന്റ് നിർബന്ധമായിട്ട് വേണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തരത്തിൽ കവിയുടെ പേരും കവിതയുടെ പേരും സൂചിപ്പിക്കണം. അത് തന്നിട്ടുണ്ടെങ്കിൽ സൂചിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല.
ആശയം എഴുതണം, കവിതയുടെ ആശയം എന്താണെന്ന് എഴുതാം, കവിതയെക്കുറിച്ച് അഭിപ്രായം എഴുതണം, നമ്മുടെ ഒരു അഭിപ്രായം, ഈ കവിതയെക്കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും ഈ 3 പോയിന്റ് ഉൾപ്പെടുത്തിയാൽ നമുക്ക് കവിതാ വിശകലന കുറിപ്പ് എഴുതാൻ സാധിക്കും. ഇവിടെ പൂച്ച നല്ല വൃത്തിയുള്ള പൂച്ച എന്നുള്ള ഈ കവിതയ്ക്ക് ഒരു വിശകലന കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. ഈ കവിത നമ്മൾ വായിക്കുമ്പോൾ പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു, പൂച്ച പാൽപാത്രം കഴുകി വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? ഒരിക്കലുമല്ല. പൂച്ച പാല് വെച്ച പാത്രം നക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചു എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പറയാതെ പറയുന്നു, വരികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു. ആ കള്ളപ്പൂച്ച പാല് വന്നു കുടിച്ചു എന്ന ഒരു സത്യം ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞുണ്ണി എഴുതിയ രസകരമായ ഒരു കവിതയാണ് പൂച്ച. ആ പൂച്ച എന്നുള്ള കവിതയുടെ പേരായതുകൊണ്ട് അത് ഇൻവേർട്ടഡ് കോമാസിൽ ഉദ്ധരണി ചിഹ്നത്തിലാണ് ഇടേണ്ടത്. ഈ കവിതയിലെ കഥാപാത്രം വൃത്തിയുള്ള നല്ല ഒരു പൂച്ചയാണ്. ആ പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്നാണ് കവിതയിൽ പറയുന്നത്. പൂച്ച പാത്രം വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാത്രത്തിലെ പാല് നക്കി കുടിച്ചു എന്നാണ്. ഇത് നല്ല രസമുള്ള ഒരു കവിതയാണ്. പൂച്ച വൃത്തിയാക്കി വെച്ച പാത്രത്തിന്റെ ചിത്രം മനസ്സിൽ തെളിഞ്ഞു വരും. എനിക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടു. അപ്പൊ കവിതയിൽ എന്തുണ്ട്, അതോടൊപ്പം എൻ്റെ ഒരു അഭിപ്രായം, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ ഒറ്റ ഖണ്ഡികയായിട്ടോ അല്ലെങ്കിൽ 2 ഖണ്ഡികയായിട്ടോ എഴുതാവുന്നതാണ്. കവിതയിലെ സംഭവങ്ങൾ ക്രമത്തിൽ എഴുതൂ. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ നമുക്ക് ക്ലാസ്സിൽ പഠിച്ച കവിതകളല്ല തരുന്നത്, പുറത്തുനിന്നുള്ള ഒരു കവിതയായിരിക്കും തരിക. അതുകൊണ്ട് അത്തരം കവിതകൾ നമ്മൾ പലവട്ടം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ചോദ്യം: ഞങ്ങളുടെ മുത്തശ്ശി. നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ, വെള്ളരിയുടെ മലർമൊട്ടുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടത്തിൽ, നീലക്കറുകകൾ അണിമുക്കുറ്റികൾ ചേല വിരിച്ച വരമ്പിന്മേൽ, കൂടും ഞങ്ങൾ മുത്തശ്ശിയുമായി കൂലിക്കാരുടെ കഥ പറയാൻ. വയലാർ രാമവർമ്മ. നമുക്ക് കിട്ടിയ കവിത ഒരു കുറേ തവണ വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ അന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ, കവിതകൾ മാനത്ത് ഉലയുക എന്ന് പറഞ്ഞാൽ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. സന്ധ്യാസമയത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന കവിതകൾ നക്ഷത്രങ്ങളെയാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ വെള്ളരിയുടെ മലർമൊട്ടുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ പാടത്തിൽ, വേനൽ പാടത്തിൽ നെല്ല് കൊയ്തു കഴിഞ്ഞാൽ കർഷകരൊക്കെ വെള്ളരിയും പച്ചക്കറികളൊക്കെ നടും. വെള്ളരി ചെടിയുടെ പൂക്കൾ മഞ്ഞ നിറത്തിലാണ്. അവിടെയും ഇവിടെയും ഓരോ പൂക്കൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ മഞ്ഞ പുള്ളികൾ കുത്തിയതുപോലെ തോന്നും. അത് വെള്ളരിപ്പൂവിനെയാണ് പറയാതെ പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കവിതയുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം. ഞങ്ങളുടെ മുത്തശ്ശി. നിങ്ങൾക്കുള്ളതുപോലെ എൻ്റെ നാട്ടിലും ഒരു മുത്തശ്ശിയുണ്ട്. സന്ധ്യയ്ക്ക് ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുമ്പോൾ മുത്തശ്ശി കഥ പറഞ്ഞു തരും. വെള്ളരിയുടെ പൂവുകൾ മഞ്ഞപ്പുള്ളികൾ കുത്തിയ നെൽപ്പാടത്തിലും കറുകപ്പുല്ലും മുക്കുറ്റിപ്പൂവും വളർന്നു നിൽക്കുന്ന വരമ്പിന്മേലും ഞങ്ങൾ മുത്തശ്ശിയോടൊപ്പം കൂലിക്കാരുടെ കഥ പറയാൻ ഒരുമിച്ചു കൂടും. വയലാർ രാമവർമ്മ. അടുത്ത ചോദ്യം നോക്കാം. കവിതാ വിശകലനം. റൊട്ടി കട്ട കുട്ടി, പോലീസുകാർ, അവനെ കെട്ടിയിട്ട മുതിർന്നവർ, ഇവരിൽ ആരുടെയൊപ്പമാണ് നിങ്ങൾ, എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു അഭിപ്രായമാണ് ഇവിടെ എഴുതേണ്ടത്. അതിൻ്റെ ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ടീച്ചേഴ്സിനുള്ള പുസ്തകത്തിലുള്ള ഉത്തരമാണ്. നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക. 110-ാമത്തെ പേജിലെ ചോദ്യം നോക്കാം. ഈ കവിതയിലെ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ അവനോട് നടത്താനിടയുള്ള സംഭാഷണം എഴുതൂ. ഇവിടെ സംഭാഷണം എഴുതാനുള്ള ഒരു ചോദ്യമാണ്. ഇത് നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, സംഭാഷണം എഴുതാനുള്ളത്. ഞാനിതിൻ്റെ ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഹായ് കുട്ടി. കുട്ടി: നീ ഏതാ? ഞാൻ ബീച്ച് സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ റൊട്ടി എന്ന കവിതയിൽ കുട്ടിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അന്ന് പോലീസുകാർ കൊണ്ടുപോയിട്ട് നിന്നെ അവർ തല്ലിയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ചിഹ്നം ഇടണം. കുട്ടി: ഇല്ല, അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പാണ് ഇടേണ്ടത്. അവർ എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു. ഞാൻ: അന്ന് എന്തിനാണ് റൊട്ടി കട്ടത്? കുട്ടി: വിശന്നിട്ട്. ഞാൻ: ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട, എൻ്റെ ചോറ് നമുക്ക് 2 പേർക്കും കൂടി കഴിക്കാം. കുട്ടി: വളരെ നന്ദി. നമ്മുടെ സംഭാഷണം ഒരിക്കലും കാണാതെ പഠിച്ചിട്ട് എഴുതാൻ ശ്രമിക്കരുത്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത് ആ സമയത്ത് എഴുതുകയാണ് വേണ്ടത്. അങ്ങനെ എഴുതാൻ നമുക്ക് വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. വാക്കുകൾ കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെയുള്ള സംഭാഷണങ്ങളെ എഴുതുകയോ മനസ്സിൽ പറയുകയോ ചെയ്ത് പഠിക്കണം. ചിത്രം നോക്കൂ. പൂ പറിക്കാൻ ചെന്ന കുട്ടിയോടും ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിലെ ആനയ്ക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാകും?
ഇവിടെ ആന പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതായത് ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ച് ഈ ആന അന്ന് വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളെ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ആന സ്വയം ഇരുന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആനയ്ക്ക് പറയാനുള്ളത് അനുഭവക്കുറിപ്പ്. നമ്മൾ അനുഭവക്കുറിപ്പ് എഴുതാൻ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതാൻ ചോദിക്കും. അപ്പോൾ ആനയുടെ അനുഭവക്കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആനയാണ്, നമ്മളാണ് അടി കൊണ്ട ആന എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ നമുക്ക് കുറച്ച് സൂചകങ്ങൾ നോക്കാം. അതായത് എങ്ങനെയാണ് അനുഭവക്കുറിപ്പ് എഴുതേണ്ടത്, അത് അനുഭവക്കുറിപ്പിൽ എന്തൊക്കെ ഉണ്ടാവണം, അതാണ് സൂചകങ്ങൾ. ആനയുടെ ചിന്തകൾ, വികാരങ്ങൾ എഴുത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മൾ എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര വേദനിച്ചു, എന്നെ അവര് കയ്യിലും കാലിലും ചെവിയിലും ഒക്കെ അടിച്ചു എന്ന് എഴുതണം. അതല്ലാതെ ആനയെ അടിച്ചു, ആനയ്ക്ക് വേദനിച്ചു എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. ഞാനാണ് ആന, ഞാൻ ആനയാണ് എന്ന രീതിയിൽ എനിക്ക് എന്നാണ് എഴുതേണ്ടത്. സ്വയം ആനയാണ് എന്ന നിലയിൽ ആനയുടെ കാഴ്ചപ്പാടുകൾ എഴുതിയിട്ടുണ്ട്. വികാര പ്രകടനത്തിന് അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാവു, ജീവൻ പോകുന്ന വേദന, നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കാലിലെ വ്രണം. ഇങ്ങനെ നമ്മുടെ ആ ഒരു വേദനയും അനുഭവവും നമ്മളിങ്ങനെ പ്രകടിപ്പിക്കണം. ഉചിതമായ തലക്കെട്ട് കൊടുക്കണം. ആശയങ്ങൾ ഖണ്ഡിക തിരിച്ച് എഴുതിയിട്ടുണ്ട്. ഉചിതമായ ചിഹ്നങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. വാക്കകലം, വരിയകലം എന്നിവ പാലിച്ചിട്ടുണ്ട്. അനുഭവം വികാരമുണർത്തും വിധം പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ തട്ടും വിധം അവതരിപ്പിക്കാൻ പറ്റിയ പദങ്ങളും പ്രയോഗങ്ങളും ചേർത്തിട്ടുണ്ട്. അനുഭവങ്ങൾ വ്യത്യസ്തമായി പ്രകടിപ്പിക്കാൻ വേണ്ടി സ്വന്തമായ പറച്ചിൽ രീതി ഉപയോഗിച്ചിട്ടുണ്ട്. അനുഭവത്തിന്റെ തീവ്രത ചോർന്നു പോകാതെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ് എന്ന് പറയുന്നതും എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ്, അനക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്നത്? രണ്ടാമത് പറഞ്ഞതാണ്. അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ വേണം പറയാൻ. ഇതിൻ്റെ ഉത്തരവ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വായിക്കുന്നില്ല, എല്ലാവരും സ്വയം വായിച്ചു നോക്കൂ. അടുത്ത ചോദ്യം നോക്കാം. സിത്താരയുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്കത് നമ്മുടെ അനുഭവമായി തോന്നിയില്ലേ? നിങ്ങളും നിങ്ങളുടെ അനുഭവം എഴുതൂ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ. 114 പേജിലെ ചോദ്യമാണ്. ഇവിടെ സിത്താരയുടെ അനുഭവം എഴുതാനല്ല പറയുന്നത്, സിത്താരയുടെ അനുഭവം പോലെ നമുക്കുണ്ടായ അനുഭവം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇതേപോലെ ഉണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം നമ്മൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ അനുഭവക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. പാവം മണ്ണിര. അനുഭവക്കുറിപ്പിന് നമ്മൾ തലക്കെട്ട് നിർബന്ധമായിട്ട് എഴുതണം. ഒരു ദിവസം രാവിലെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഒരു പാവം മണ്ണിരയെ കുറെ ഉറുമ്പുകൾ പിടിക്കുന്നത് കണ്ടത്. മണ്ണിര രക്ഷപ്പെടാനായി പിടയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മണ്ണിരയോട് ദയ തോന്നി. ഉറുമ്പുകളെ ഓടിച്ചു വിട്ടിട്ട് മണ്ണിരയെ ഒരു കമ്പിൽ തൂക്കിയെടുത്തു. അതിനെ പൂച്ചെടികളുള്ള ഗ്രോ ബാഗിൽ ഇട്ടു. അങ്ങനെ ആ മണ്ണിര രക്ഷപ്പെട്ടു. എനിക്കും സന്തോഷമായി. അപ്പൊ നമ്മളുടെ മനസ്സിലുണ്ടായ ഒരു വികാരങ്ങൾ, ചിന്തകൾ, ഒരു തോന്നലുകൾ കൂടി നമ്മൾ എഴുത്തില് പ്രകടിപ്പിക്കണം. ഇതേപോലെ ഒരു ചോദ്യം 131 പേജിലുമുണ്ട്. മായാജാലം ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം എഴുതുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അനുഭവക്കുറിപ്പ് ആനുവൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, അടിക്കുറിപ്പ് എഴുതാം. ഒരു കാർട്ടൂൺ തന്നതിന് ശേഷം ഒരു അടിക്കുറിപ്പ്, അതിന് ചേരുന്ന ഒരു അടിക്കുറിപ്പ് എഴുതാൻ പറഞ്ഞൊരു ചോദ്യം വരും. ഇവിടെ ചിത്രം നമ്മൾ നോക്കണം. 2 കുട്ടികൾ ഒരു നായയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. നായ വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. കുട്ടികൾക്ക് നായയുടെ അടുത്തെത്താൻ പറ്റാത്തത് കൊണ്ട് കുട്ടികൾ പരസ്പരം ബാഗിന്റെ വള്ളിയിൽ പിടിച്ചിട്ടൊക്കെയാണ് ആ നായയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അതിന് ചേരുന്ന ഒരു തലക്കെട്ടാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 4 തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. കൈത്താങ്, അവരും ഭൂമിയുടെ അവകാശികൾ, സഹജീവി സ്നേഹം, ഒരുമിക്കാം സഹായിക്കാം. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു 2-3 തലക്കെട്ട് മനസ്സിൽ വിചാരിച്ചതിന് ശേഷം അതിൽ ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നുന്നതാണ് നമ്മൾ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി പേജ് 121 ചോദ്യം നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം. ഒറ്റക്കിരുന്നു മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലി തന്നല്ലോ. ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. ഒറ്റക്കിരുന്ന് മുഷിഞ്ഞ നാളിൽ എന്ന കവിത നമ്മുടെ പുസ്തകത്തിലില്ല, ടീച്ചേഴ്സിനുള്ള പുസ്തകത്തിലാണ് ഉള്ളത്. ആ കവിത നമ്മൾ കവിതാപൂരണത്തിനായിട്ട് തന്നിരിക്കുകയാണ്. നമുക്ക് ആ കവിത വായിച്ചു നോക്കാം. ഒറ്റക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീടു വെച്ചു, പാറിപ്പാറക്കും കിളികൾ വന്നു, മൂളിപ്പാറക്കുന്ന വണ്ടു വന്നു. 4 വരികൾ അവിടെ ഇട്ടിട്ടുണ്ട്. 4 വരിയാണ് നമ്മളോട് പൂരിപ്പിച്ചെഴുതാൻ പറയുന്നത്. കവിത പൂരിപ്പിച്ചെഴുതാനായിട്ട് ഒരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരും. അങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഉത്തരം എഴുതേണ്ടതെന്ന് നോക്കാം. കവിതാ പൂരണം എങ്ങനെ എഴുതാം?
തന്നിരിക്കുന്ന കവിതയുടെ ഈണവും താളവും കണ്ടെത്തണം. എന്നിട്ട് ആ രീതിയിലാണ് നമ്മളും കവിത എഴുതേണ്ടത്. രണ്ടാമത്തെ പോയിന്റ്, ആശയം മനസ്സിലാക്കണം. തന്നിരിക്കുന്ന കവിതയുടെ ആശയം, അതിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ കവിതയിൽ ബസ് യാത്രയെക്കുറിച്ചോ വിമാനയാത്രയെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ മായാജാലത്തെക്കുറിച്ചോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അമ്മു ഒരു വീട് വെച്ചതും അവിടെ കുറച്ച് കിളികൾ വന്ന കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ ആശയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആശയത്തിന്റെ തുടർച്ച വരുന്ന കുറച്ച് വാക്കുകൾ കണ്ടെത്തണം. ഇതിനോട് ചേരുന്ന കുറച്ച് വാക്കുകൾ നമ്മൾ കണ്ടെത്തണം. ആ വാക്കുകൾ ഉപയോഗിച്ച് അതേ ഈണത്തിലും താളത്തിലും കവിത എഴുതണം. കവിതയ്ക്ക് പേര് കൊടുക്കണം. കവിതയ്ക്ക് പേര് നിർബന്ധമാണ്. ചോദ്യത്തിൽ അത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവില്ലെങ്കിലും കവിത എഴുതിയാൽ നമ്മൾ അതിന് പേര് നിർബന്ധമായിട്ടും കൊടുക്കണം. അതിന് ഒരു സ്കോർ ഉണ്ട്. ഇതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി. അമ്മ ഒരു വീട് വെച്ചു, അവിടെ കുറെ കിളികളും വണ്ടുകളും വന്നു. ഇനി ഇതിനോട് ചേരുന്ന, ഈ ആശയത്തോട് ചേരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ പറക്കുന്ന കിളികൾ വന്നു, മൂളി പറക്കുന്ന വണ്ട് വന്നു, ആടിക്കളിക്കും മയില്, ചാടിമറിയും മുയല്, തുള്ളിക്കളിക്കും ആട്, തത്തക്കം പിത്തക്കം ആന, പേക്രോം പേക്രോം തവള, പൂന്തേൻ മണമുള്ള കാറ്റ്, കുളിരു പുതച്ചൊരു പൂമഴ. ഇങ്ങനെ നമുക്ക് കുറച്ച് വാക്കുകൾ എഴുതാം. ഇനി ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചിട്ട് നമുക്ക് കവിത പൂരിപ്പിക്കാം. ഞാനിവിടെ ഒരു 4 വരി എഴുതിയിട്ടുണ്ട്, നോക്കാം. ആടിക്കളിക്കും മയിലു വന്നു, പാടിത്തേ മറക്കും കുയിലു വന്നു, തത്തക്കം പിത്തക്കം ആന വന്നു, തത്തമ്മ നെൽക്കതിർ കൊത്തി വന്നു. ഇവിടെ നമ്മൾ കവിത എഴുതാനുള്ള ഒരു ടെക്നിക്കാണ്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അക്ഷരങ്ങളൊക്കെ ആവർത്തിച്ച് വരിക, അല്ലെങ്കിൽ വാക്കുകൾ ആവർത്തിച്ച് വരിക. ആടി, പാടി, തത്തക്കം, തത്തമ്മ, കൊത്തി, വന്നു വന്നു വന്നു, എല്ലാ വരിയുടെ അവസാനം വന്നു വന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒരു താളവും ഈണവും കിട്ടാൻ സഹായിക്കും. ഈ രീതിയിൽ കവിത എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം നോക്കാം. ചേർത്ത് എഴുതുക. അമ്മു പ്ലസ് കുട്ടി, അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി. ഒരു 3 ഉത്തരം അവിടെ തന്നിട്ടുണ്ട്. അതിൽ ശരി ഏത് എന്നാണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. ഉത്തരം അമ്മുക്കുട്ടി. ഇതേ വാക്ക് തന്നെ ആവണമെന്നില്ല. പുസ്തകത്തിൽ കുറേ വാക്കുകളുണ്ട്. നമ്മൾ പുസ്തകം നന്നായി വായിച്ചു പഠിക്കണം. അടുത്ത ചോദ്യം. ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിന്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ് സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ. അറിയിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പരിപാടിയുടെ പേര് ഉൾപ്പെടുത്തണം. എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന് സൂചിപ്പിക്കണം. പരിപാടി നടക്കുന്ന തീയതി, സമയം എന്നിവ എഴുതണം. അറിയിപ്പ് നൽകുന്ന തീയതി, അതായത് ഈ നോട്ടീസ് നമ്മൾ തയ്യാറാക്കുന്ന തീയതി എഴുതണം. അറിയിപ്പ് നൽകുന്നയാളുടെ വിവരങ്ങൾ ചേർക്കണം. അറിയിക്കാനുള്ള കാര്യങ്ങൾ ചുരുക്കി എഴുതണം. ചുറ്റും ബോർഡർ വരയ്ക്കാവുന്നതാണ്. പല കളറുള്ള മഷി ഉപയോഗിച്ച് ആകർഷകമാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അറിയിപ്പ് തയ്യാറാക്കാം. ഇവിടെ ശാസ്ത്രമായ ജല പ്രദർശനത്തിന്റെ ഒരു അറിയിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഹെഡിങ്. അതുപോലെ ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്, ഏത് സ്ഥലത്താണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ അറിയിപ്പ് എന്നും കൂടി എഴുതണം. എന്നാലേ പെട്ടെന്ന് ഇത് അറിയിപ്പാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ അതിന്റെ എന്തിനെ കുറിച്ചുള്ള അറിയിപ്പാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ നോട്ടീസ്, ഈ അറിയിപ്പ് കൊടുത്ത തീയതിയും സ്ഥലപ്പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. ആരാണ് അറിയിപ്പ് കൊടുത്തത് എന്ന പേരും ക്ലാസ് ലീഡർ എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അറിയിപ്പ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുക എന്ന അർത്ഥം വരുന്ന പ്രയോഗം ഏത്? സോപ്പിടുക, ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും, അംഗവിക്ഷേപം, കബളിപ്പിക്കുക. ഉത്തരം സോപ്പിടുക. കാർട്ടൂൺ വിശകലനം ചെയ്ത കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്, അത് വിശകലനം ചെയ്ത കുറിപ്പ് തയ്യാറാക്കണം. കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ, മൃഗങ്ങൾ, ജീവികൾ എന്നിവയെ സൂക്ഷിച്ച് നിരീക്ഷിക്കണം. സംഭാഷണങ്ങൾ, എഴുത്തുകൾ ഉണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കണം. അവ നൽകുന്ന തമാശ, സന്ദേശം മനസ്സിലാക്കണം. ഇവ ചേർത്ത് ഒരു കുറിപ്പ് എഴുതണം. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട്, എന്ത് പറഞ്ഞു, അതിന്റെ തമാശയോ സന്ദേശമോ എന്താണ്, അത് അത്രയും എഴുതി കഴിഞ്ഞാൽ ആ കാർട്ടൂൺ വിശകലന കുറിപ്പായി. ഞാൻ ഇതിന്റെ ഉത്തരം എവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കുക. കാർട്ടൂൺ അടിക്കുറിപ്പ് തയ്യാറാക്കാനുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. എന്റെയും 2 കുട്ടികൾ വഴക്കുണ്ടാക്കിയാണ്. അതെ, നിങ്ങളുടെ സ്വഭാവം മാറണം എന്ന് പറഞ്ഞ് 2 പേരുടെയും ചെവിക്കിട്ട് അമ്മ പിടിച്ചിരിക്കുകയാണ്. ഇതിന് ചേരുന്ന ഒരു അടിക്കുറിപ്പാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടിക്കുറിപ്പ് എഴുതിയിട്ട് സ്വഭാവം മാറേണ്ടവർ. ഇതിന് ചേരുന്ന മറ്റു കുറച്ച് അടിക്കുറിപ്പുകൾ സ്വയം എഴുതി നോക്കൂ. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ഇതേപോലെ ഒരു കാർട്ടൂൺ തന്നിട്ട് അതിന് വിശകലനക്കുറിപ്പും തയ്യാറാക്കാൻ പറയും. കാർട്ടൂൺ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒരു കുറിപ്പ് എഴുതുക. ഇവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. കാർട്ടൂണിന്റെ 2ാം ഭാഗം വായിച്ചപ്പോഴാണ് 3 പേരുടെയും സ്വഭാവം മനസ്സിലായത്. കുട്ടികൾ 2 പേരും വികൃതികളാണ്. അവരുടെ വികൃതി മാറ്റാൻ അമ്മ വരുന്നു. അമ്മയുടെ സ്നേഹഭാവം മാറി തക്ക ശിക്ഷ കൊടുക്കുമ്പോഴാണ് കുട്ടികളുടെ സ്വഭാവം യഥാർത്ഥത്തിൽ മാറുന്നത്.
ഇതുപോലെ നമുക്ക് ചുറ്റും മറ്റെന്തെല്ലാം അത്ഭുതങ്ങളുണ്ട് ചർച്ച ചെയ്യൂ. കണ്ടെത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതൂ. കവിതയോ കഥയോ വിവരണമോ തയ്യാറാക്കാം. ഇവിടെ ഒരു വിചിത്ര തക്കാളിയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കഥയോ കവിതയോ വിവരണമോ എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. ഏതെഴുതിയാലും ഒരേ സ്കോർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ കവിത പോലെ എഴുതിയിട്ടുണ്ട്. തത്തമ്മ ചുണ്ടുള്ള തക്കാളി നിനക്കെന്തിനി കൂർത്ത ചുണ്ട്, തക്കാളി കൊത്താൻ വരുന്ന കിളികളെ കൊത്തിയോടിക്കുവാനാണോ, തക്കാളി തിന്നാൻ വരുന്ന മുയലിനെ പേടിപ്പിച്ചോടിക്കാനാണോ. ഇതേപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും കവിതയോ അല്ലെങ്കിൽ ഒരു വിവരണമോ ഒക്കെ എഴുതാം. ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷം നമുക്ക് ആനുവൽ പരീക്ഷയ്ക്ക് മലയാളത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.